salt and pepper. Bum 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 bum. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ. ഫോൺ അടിക്കല്ലേ, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അല്ല, ഞാൻ പെരിയാറേയൊക്കെ പാടിയപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഇടുക്കിയിൽ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറായിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നല്ലേ? ഇല്ലില്ല, ഇടുക്കിയിൽ നിന്നൊക്കെ ഇങ്ങനെ പടി ഇറങ്ങി MC റോഡ് വഴി ഇങ്ങനെ വരുന്ന വഴിക്ക് ഇപ്പോൾ കൊട്ടാരക്കരയുടെ അടുത്താണ് നിൽക്കുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര പുനലൂർ റൂട്ടിൽ നിൽക്കുകയാണ്. നമുക്കിങ്ങനെ ഇടുക്കിയിലെ വിശേഷം മാത്രം മതിയോ സോൾട്ട് ആൻഡ് പെപ്പറിൽ? അപ്പോൾ ഇങ്ങനെ ഈ യാത്രാ മധ്യയാണ് ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങോട്ട് നോക്കിയേ, ടേസ്റ്റി ഫാമിലി റെസ്റ്റോറൻറ്റ്. ആ ടേസ്റ്റി എന്ന് പറഞ്ഞ ഒരു പേര് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു കൗതുകം. ടേസ്റ്റിക്കകത്ത് എന്തായിരുന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാരണ്ടിയോടെ ദിനേശ് ഫുഡ് സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ടേസ്റ്റിയിലെ ടേസ്റ്റ് മേക്കർ അല്ലേ? അതെ, ടേസ്റ്റ് മേക്കേഴ്സ്. രണ്ടുപേരുണ്ട്. ഇപ്പൊ ഒരാളല്ലേ ഉള്ളൂ? ഒരാൾ വരാനുണ്ട്, കുഞ്ഞുമോൻ വരാൻ. നിങ്ങൾ വരുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു കൊല്ലത്ത് നിന്ന് രാജേട്ടൻ. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ഗുഡ് നെയിം? എൻ്റെ പേര് മാത്യു. ഓക്കെ. അപ്പോ ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ? നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ലോലിപോപ്പ്, പെപ്പർ ചിക്കൻ. ഇത് നമുക്ക് വേണ്ടി ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണോ? തീർച്ചയായിട്ടും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോൾ 8 വർഷത്തോളം ആവുന്നു. ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ട്. ഔട്ട്ഡോർ കാറ്ററിംഗ് ഉണ്ട്. ഒരു ദിവസം എത്ര ഓർഡറൊക്കെ പോകുന്നുണ്ട്? ഞങ്ങൾ 2000-3000 പേർക്കുള്ള വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 2000-3000 പേർക്ക് ഒരു ദിവസം 3-4 ഓഡിറ്റോറിയങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 2000 പേർക്ക് വരെ ഇവിടുന്ന് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫുഡിന്റെ വിശേഷവും ആ ഫുഡിന്റെ കഥകളിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ റിയൽ ടേസ്റ്റ് മേക്കറേയും പൊക്കിക്കൊണ്ട് പോട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി തന്നേക്കാം. മലയാളിയാണോ? മലയാളിയല്ല, ആസാമോ? ആസാം. അപ്പോൾ നമ്മുടെ ആസാമിയെ തപ്പി ഈ സ്വാമിയുടെ യാത്ര. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഈ വിശേഷവും കഥയൊക്കെ കേട്ടുകൊണ്ട് നിന്നാൽ മതിയോ? പക്ഷെ അതല്ല സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ അതിമനോഹരമായി നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, നല്ല കുക്കാക്കി മാറ്റുക, അതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പോലെ ഒരു കുക്കാണ്. ആസാമിൽ നിന്നൊരു കുക്ക്. ഹലോ, പേര്? ഉമർ അലി. അടിപൊളി പേരല്ലേ, ഉമർ ഖയാം എന്നൊക്കെ പറയും പോലെ ഒരു കിടിലൻ പേര്. അപ്പോൾ ആസാമിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ കുക്ക്. അപ്പോൾ നമുക്ക് ആസാമിൽ നിന്നൊരു കുക്ക് വരുമ്പോൾ നമ്മുടെ സാമ്പാറും അവിയലും വെച്ചാൽ പോരല്ലോ, നമുക്ക് അതുപോലെ ഒരു ഡിഷ് ഉണ്ടാക്കാം. എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കൻ ലോലിപോപ്പ്. ഓക്കെ, ചിക്കൻ ലോലിപോപ്പ് നമുക്കൊക്കെ അറിയാം. ചിക്കൻ ലോലിപോപ്പ് അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് ഇന്ന് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ കാണാം. എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ആദ്യം വേണ്ടത് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ചിക്കന്റെ ലെഗ് പീസ്, അതിനെ ഏതാണ്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അതിന്റെ മാംസം മറ്റേ എല്ലിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് അതിന്റെ എഡ്ജിലോട്ട് മാത്രം ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് ബാക്കി? മീറ്റ് മസാല, മൈദ, ഉപ്പ് വേണം, കോൺഫ്ലവർ, മുട്ട, ഇച്ചിരി മുളക് പൊടി, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്കിപ്പോ ഇതിനകത്ത് എത്ര പീസ് ഉണ്ട്? അതിനകത്ത് ഒരു 8 പീസ്, ഒരു 8 ലെഗ് പീസ് ഉണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്തു. മുളക് വേണ്ടേ? മുളക് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. ഇതൊക്കെ ഇതിനെ ഒന്ന് കോട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി കോൺഫ്ലവർ, ഒരു മുട്ട. ഇനി സോസ്. ഏത് സോസ് ആദ്യം വേണ്ട? ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ് 2 സ്പൂൺ. 1 സ്പൂൺ മതി.
പേസ്റ്റ് ഒരു ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ. മർഖയാം, ഇത് ഈ കുക്കിംഗ് കേരളത്തിൽ വന്നിട്ട് പഠിച്ചാണോ അതോ ആസാമിൽ നിന്ന് പഠിച്ചാണോ? ഞാൻ കേരള പഠിച്ചതാണ്. കേരളത്തിൽ എവിടെ? എറണാകുളം. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര സമയം വെച്ചിരിക്കണം? ഒരു 2 മിനിറ്റ് 5 മിനിറ്റ്. 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ്. നമ്മൾ തീ വെച്ചു. ഇനി അതിലേക്ക് എണ്ണ. ഇത് എന്താണ്? വെളിച്ചെണ്ണ തന്നെയാണ്? വെളിച്ചെണ്ണ. ഉമ്മർ എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഒരു 5 വർഷമായി. 5 വർഷം അല്ലേ? മലയാളം ഈ 5 വർഷം കൊണ്ട് പഠിച്ചെടുത്തോ? അല്ല, ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് മലയാളം പഠിച്ചു. 6 മാസം കൊണ്ട് മലയാളം പഠിച്ചു. ഇവിടെ 12 കൊല്ലം സ്കൂളിൽ പോയിട്ട് മലയാളം പറയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ ഇടാം. ഒരു പീസായിട്ട് വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം ആ എണ്ണയിലിട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ ആ ബോൺസ് എല്ലാം മുകളിലോട്ട് നിർത്തിയിട്ട് ബാക്കി മാംസമാണ് എണ്ണയിൽ അദ്ദേഹം നിർത്തുന്നത്. പെട്ടെന്ന് അതിനെ പൊക്കിയെടുക്കാനും ഒരു എളുപ്പം ഉണ്ടാവും. ഉമർ, ഉമറിന് ഇവിടെ കേരളത്തിലെ ഏത് ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മലയാളി ഫുഡ്. മലയാളി ഫുഡ് എന്ന് പറയുമ്പോൾ ഊണാണോ? ഊണ്, ബിരിയാണി. നമ്മുടെ കറികളിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ഊണിന്റെ കൂടെയുള്ള കറികളിൽ ഉമറിന് ഏറ്റവും ഇഷ്ടം ഏതാ? മീൻ കറി, അവിയൽ, സാമ്പാർ, രസം, തോരൻ, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? രസം അല്ലെങ്കിൽ പുളിശ്ശേരി. പുളിശ്ശേരി അല്ല, പുളിശ്ശേരി പരിപ്പ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഊണുണ്ടാകുമ്പോൾ ഇത് നമുക്കൊരു ഒഴിക്കാൻ വേണ്ടി സാധനം. രസമുണ്ടല്ലേ ഉമറിന്റെ മലയാളം കേൾക്കാൻ? എനിക്ക് മലയാളം ശരിക്കും അത്ര അറിയത്തില്ല, പക്ഷെ എന്നെക്കാളും അറിയാം. എന്ത് ചെയ്യാൻ പോവാ? ഇത് നമ്മൾ മസാല ഇടും. ഇനിയും മസാല ചേർക്കുന്നുണ്ടോ? ഇതിപ്പോ ഈ 2 മിനിറ്റ് കൊണ്ട് അതില് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ? അത് നമുക്ക് അത് വറുത്ത ചെയ്ത് കോട്ടിങ് ചെയ്തിട്ട് വറുത്ത ചെയ്ത് ഇപ്പം നമ്മൾ വീണ്ടും മണ്ണോലിപ്പം റെഡിയാക്കും. ഞാൻ വിചാരിച്ച പോലെ അല്ലേ കേട്ടോ, ഇനിയും കുറച്ച് പരിപാടികളുണ്ട്. അതൊരു കോട്ടിങ് ആക്കിയിട്ട് അതിനെ വറുത്തെടുക്കുകയാണ്. ഇനിയും ചില ചേരുവകൾ അതിൽ ചേരാനുണ്ട്. അപ്പോൾ മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ചേർക്കുന്നു. കാരണം ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് തീർന്നു എന്ന്. അത് ഇനിയുണ്ട് പരിപാടികൾ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ 3 സ്പൂണ് എണ്ണ, ഒരു 3 സ്പൂണ് എണ്ണ ചേർത്തിട്ടുണ്ട്. ഓർക്കുക, നമ്മൾ ഏതാണ്ട് 8 ലെഗ് പീസാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലെഗ് പീസ് അല്ല, ചെസ്റ്റ് പീസ്. അയ്യോ, ആണോ? അത് ചെസ്റ്റ് പീസ്. അതായത് കൈ ചിക്കൻ്റെ കൈ അല്ലേ? അതെ. ഇതിൻ്റെ അത് ചൂടായിട്ടുണ്ട് ഇതിൻ്റെ എണ്ണ. ഇതിലേക്ക് നമ്മൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നുറുക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? വെളുത്തുള്ളി ഉണ്ട് അതിനകത്ത്, പക്ഷെ ഇഞ്ചിയാണ് കൂടുതലുള്ളത്. വെളുത്തുള്ളി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. 2 സ്പൂണ് ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി. അത് ശരി. അതിലേക്ക് അതേപോലെ ചോപ്പ് ചെയ്ത് വെച്ച സവാള, ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളത് തിളച്ച് ആയി. ഇപ്പോൾ നമ്മൾ ഇത് മസാല ഇടണം. വീണ്ടും മസാല അല്ലേ? ഏത് മസാലയാണ് വേണ്ടത്? ഇച്ചിരി മുളക് പൊടി. എത്ര ഇടണം? ഒരു സ്പൂൺ. 1 സ്പൂൺ ഉപ്പ് താങ്കൾ തന്നെ ഇട്ടോളൂ. ഉപ്പ് ആവശ്യത്തിന്. ഓക്കെ. വൈറ്റ് പേപ്പർ. ഓക്കെ. ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ്. ദെൻ 1 സ്പൂൺ ചില്ലി സോസ്. 2 സ്പൂൺ സോയ സോസ്.
സോയ സോസും ഒരു 2 സ്പൂൺ. 2 സ്പൂൺ. ഓക്കെ. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് ശരിക്ക് ചൈനീസ് ആണോ അതോ? ചൈനീസാണ്. 1 സ്പൂൺ പഞ്ചസാരയും ചേർത്തത്. ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ പൊതുവേ കറികളിൽ പഞ്ചസാര ചേർക്കാറില്ല. പക്ഷേ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ തൊട്ട് അങ്ങോട്ട് പഞ്ചസാരയും ചേർക്കാറുണ്ട്. ഒരു ചെറിയ മധുരം. നമ്മളെ ചിക്കനായി. അപ്പോൾ ചിക്കൻ അതെല്ലാം ഇട്ടാൽ മതി. ഓക്കെ. ഈ ഗ്രേവിയിലേക്ക്, ഇതിൻ്റെ കൂട്ടിലേക്ക്, ഈ മിശ്രിതത്തിലേക്ക് നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇടാൻ പോവുകയാണ്. ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? അതെ, ആയി. ശരിക്കും ഇത് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് സൈഡ് ഡിഷ്, പിന്നെ അബ്സല്യൂട്ട്ലി ഒരു ടച്ചിങ്സ് ആയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാം. നമ്മുടെ ഈ ഗ്രേവി നമ്മൾ ആ വറുത്തെടുത്ത ആ ലോലിപോപ്പ് പീസിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. 98%. ഈ അടുപ്പത്ത് 2 പാത്രമൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കുക്കിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇന്ന് ഇരുട്ടി വെളുക്കുമെന്ന്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ടാണ് അദ്ദേഹം കുക്ക് ചെയ്തെടുത്തത്. അങ്ങനെ 3ാമത്തെ പാത്രം ഞാൻ കൊണ്ടുവന്നു. അത് സെർവ് ചെയ്യാനുള്ള പാത്രം. അതിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മുടെ ബോണിലൊന്ന് ചുറ്റിയെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൽ പിടിക്കാൻ, അത് പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും അതിൻ്റെ ഗ്രേവിയൊന്നും ആവത്തില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് തയ്യാറായി. അദ്ദേഹം അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ അതിൽ ചുറ്റിയെടുത്തപ്പോഴേക്കും ശരിക്കും അതൊരു സൂപ്പർ സ്റ്റാറായിട്ട് മാറി. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണും, എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മതി കണ്ട് ആസ്വദിച്ചത്, ഇനി ഞാനൊന്ന് ആസ്വദിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉമർ അലി ഉണ്ടാക്കിയ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ്. അതിൽ സ്ഥിരമായിട്ട് ഞാൻ വലിയ പീസ് എടുത്ത് കടിക്കണതിൽ കൊതി വിടുന്ന കുറേ പേരുള്ളതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചെറുതേ എടുത്തുള്ളൂ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. എന്തായിരിക്കും ലോലിപോപ്പിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. വാ, നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതിന് ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്നല്ലേ ഈ സോസൊക്കെ കയറിയപ്പം. ഒരിക്കലുമല്ല. എവിടെയോ കൂടെ പോകുന്ന, അയൽവക്കത്ത് കൂടെ പോകുന്ന ഒരു ചെറിയ എരി, ഒരു ചെറിയ മധുരം. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താണ്, ഇഷ്ടപ്പെടുന്ന ഒരു മധുരം, പിന്നെ ഒരു പുളി, പിന്നെ ആ സോസിൻ്റെ ടേസ്റ്റ്. ഒന്നും പറയാൻ വയ്യ. അലിഞ്ഞു പോകുന്നു. വാക്കകത്ത് അത് വെച്ച് കടിച്ചപ്പോഴേക്കും അലിഞ്ഞു പോകുന്നു. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഷൂട്ടിംഗ് നടത്ത് കുറച്ച് പേര് കണ്ടുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് കാണാം അവരെല്ലാം അവിടെ നിന്നിട്ട് പുളിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നാക്ക് നുണയ്ക്കും പോലെ. തരാം കേട്ടോ, എല്ലാവർക്കും തരാം. ഓ എൻ്റെ കുട്ടാ, മക്കളെ ഇങ്ങ് വന്നേ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഷൂട്ടൊക്കെ കണ്ട് നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ ഇവർക്ക് കൊടുക്കാൻ ഞാൻ തിന്നു കഴിഞ്ഞാൽ എൻ്റെ വയറിൻ്റെ അവസ്ഥ എന്താവും. എടുത്ത് ലോലിപോപ്പ് എല്ലാവർക്കും കൊണ്ട് കൊടുത്തേ. ചേട്ടന്മാർ വന്ന് ലോലിപോപ്പ് ഒന്ന് കഴിച്ചു നോക്ക്. വരും, ഇതാണോ ചേട്ടന്മാർ? ഇങ്ങനെ എല്ലാ ഷൂട്ടിനും ഇങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. അതിന്ന് ഞാനിന്ന് ഇത്രയും ടേസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതാ പിടിച്ചോളൂ. ദിനേഷ് ഫുഡ് സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം മോനെ ദിനേഷ്, തുടങ്ങാം. അടുത്തെന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ബീഫ് പെപ്പർ ഫ്രൈ. ബീഫ് പെപ്പർ ഫ്രൈ. എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടത്? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, സോയ സോസ്, മുളക് പൊടി. ഈ ബീഫ് ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് എന്ത് ചേർത്തിട്ടാണ് പുഴുങ്ങിയിരിക്കണേ? ശകല മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പും. ഇച്ചിരി ഉപ്പും ശകലം മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ബീഫിനെ വന്ന് കുക്കറിൽ എത്ര വിസിൽ ചെയ്തു? ഒരു 3 വിസിൽ. 3 വിസിൽ. എത്ര 2 സ്പൂൺ എണ്ണ. ഈ ആസാമിലെ ഇപ്പോഴത്തെ ഹിറ്റ് പാട്ട് ഏതാണ്? ആസാം ഏറ്റവും പാട്ട് അപ്പം ഹിന്ദി താനാ നല്ലത്. ആണോ? ആസാമിലെ പാട്ട് ഒരു പാട്ട് പാടാവോ? പാടാറിയത്തില്ല ശരിക്ക്. പാടാറിയത്തില്ല അല്ലേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, ഇതൊന്ന് തിളച്ചതിന് ശേഷം അല്ലേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ എന്നാലും ഒരു ആസാമിലെ പാട്ട് പാടാമായിരുന്നു താങ്കൾക്ക്.
നിങ്ങൾക്ക് ആരോ മനസ്സിലാവത്തില്ല ആസാം പാട്ട്. കുഴപ്പമില്ല, ഒന്ന് പാടിയ ഒരു 2 വരി. 1 2 3 സ്റ്റാർട്ട്. জন্মনি হো না কথা চলিয়াছে তোমাক বিয়া দিবলৈ কেতিয়া হই তুমি. അതാണ് ആസാമീസ് പാട്ട്. പക്ഷെ നിങ്ങൾ ആരും മനസ്സിലാവത്തില്ലല്ലോ. പക്ഷെ ഇതിന്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഇത് നമ്മൾ കരിഞ്ഞു പോകുന്നു, അത് നമുക്ക് നോക്കണം. ഓക്കെ, ഇത് പാട്ടിന്റെ അർത്ഥമല്ല പറഞ്ഞത്, എണ്ണ കരിഞ്ഞു പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 സ്പൂൺ. 2 സ്പൂൺ. ഓക്കെ. കറിവേപ്പില. കറിവേപ്പിലയ്ക്ക് ആസാമിൽ എന്ത് പറയും? ആസാമിൽ ഒരിക്കലും കറിവേപ്പില ഇല്ല, നമുക്ക് അതോടെ ഉപയോഗിക്കാറില്ല. നമ്മളെ ആസാമിൽ ഈ കറിവേപ്പില എല്ലാവർക്കും ഇഷ്ടം പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ആസാമിലുള്ളവർക്ക് കറിവേപ്പില എന്താ ഇഷ്ടപ്പെടാതെ? അവിടെ മല്ലിയിലയും പുതിന ഇലയൊക്കെയാണോ? അതൊക്കെ ഉണ്ട്. അങ്ങനെ എണ്ണ തിളച്ചപ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഒരു 3-4 ഇതൾ കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തു. ഇതാണ് നമ്മുടെ ഉള്ളി ആദ്യമായിട്ട് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നുറുക്കിയെടുത്ത സവാള, മലയാളികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ മലയാളികൾ ഗൾഫിൽ പോയിട്ട് അറബിയെക്കുറിച്ച് പറയുന്ന പോലെയാണോ, അതോ അതിനേക്കാളും വ്യത്യസ്തമായ അഭിപ്രായമാണോ? പാവമാണോ, ഭയങ്കരമാണോ, അല്ല നല്ലതാണോ? മലയാളിയായിട്ടാണ് നല്ലത്. പക്ഷേ മലയാളിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എന്ന് പറഞ്ഞൊരു വാക്കുകൂടെ ചേർത്തിട്ടുണ്ട്, അത് എന്താണെന്ന് അറിയാം. ബാംഗ്ലൂർ പോയി തമിഴ്നാടു, പിന്നെ ബോംബെ, ഏറ്റവും നല്ലത് കേരള ആണോ? അപ്പം ഞാൻ കേരളത്തിൽ നിൽക്കുന്ന ഒരു 4-5 വർഷമായി വന്നിട്ട്. കണ്ടാ, ബാംഗ്ലൂർ ഇതൊക്കെ ഉണ്ടെങ്കിലും മലയാളമാണ് ഭയങ്കര നല്ലത്. ഇനി ബാംഗ്ലൂരിലോട്ട് ഞാൻ കയറി കൊടുക്കില്ല കേട്ടോ. ഓക്കെ, ഇത് വറുത്തായി നമ്മളിപ്പം ബീഫ് ഇടും. ഓക്കെ. ഇതിലേക്ക് ഇനി മസാല ഇടാം. ആദ്യം മസാല. ഏത് മസാല വേണ്ടത്? ആദ്യം മഞ്ഞപ്പൊടി. ആദ്യം മഞ്ഞപ്പൊടി. അതെ, മഞ്ഞപ്പൊടി. ഒരു സ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി. ഇച്ചിരി മീറ്റ് മസാല. അപ്പം നമുക്ക് ബീഫ് ഇടാം. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന ബീഫിനെ ഇടുകയാണ്. ഒമറാണോ ഇവിടുത്തെ ചീഫ് കുക്ക്? അതെ. ഒമറിന്റെ ശിഷ്യന്മാരൊക്കെ ഉണ്ടോ? ഉണ്ട്. മലയാളികളാണോ? അല്ല, ഒരു മലയാളിയും ഉണ്ട്, ഹിന്ദിയും ഉണ്ട്. ഇച്ചിരി നമ്മൾ സോയ സോസിലിടും. ഓക്കെ. അപ്പോൾ അതിന് വഴറ്റിയെടുത്തതിന് ശേഷം സോയ സോസ്. സോയ സോസ് ഒരു 3-4 ഓക്കെ, ഒരു 3 ടീസ്പൂൺ മതിയാവും. ഇതിപ്പോൾ ഒത്തിരി ഡൈലൂട്ടഡ് ആണ്. നമ്മൾ ആവശ്യമുള്ള ഉപ്പ്. ആവശ്യമുള്ള ഉപ്പ്. സോസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റേ ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഇതിൽ ചേർത്തിട്ടില്ല, സോയ സോസ് മാത്രമേ ചേർത്തുള്ളൂ. അതിൽ ആവശ്യത്തിലേക്ക് അടുത്ത് ഉപ്പ് ചേർക്കുന്നു. ഇച്ചിരി മസാല ഇടണം ഇതിനകത്ത്. മസാല ഇടണം. ഗരം മസാല, കാരണം ഇത് കരിയാനും പാടില്ല. ഗരം മസാല. ഓക്കെ, അത് ടേസ്റ്റ്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കുരുമുളക് പൊടി. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇതാ ഇതിലേക്ക് ഇറങ്ങുന്നു. 1 സ്പൂൺ ചൂട് വെളിച്ചെണ്ണ. ശകലം വെളിച്ചെണ്ണ അതിലേക്ക് ഒന്ന്. റെഡി. ആഹാ, ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഓക്കെ. ഓൾറെഡി ഇതൊന്ന് കുക്കറിൽ കുക്ക് ചെയ്ത ബീഫാണ്, അതുകൊണ്ട് ഈ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമേ വേണ്ടിയെടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു ഡിഷിലോട്ട് മാറ്റാം അല്ലേ?
അങ്ങനെ നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ തയ്യാർ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ബീഫായതുകൊണ്ട് ഒരു ചെറിയ പീസ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പാർട്ടി, എന്താണ് നമ്മൾ കുടുംബങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ ടേബിളിൽ ഒരു സ്റ്റാർട്ടറായിട്ട് എത്താൻ പറ്റിയ ഒരു വിഭവം. ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നല്ല ഉപ്പും മുളകും സ്വാദും ഒക്കെ ഉണ്ട്. മുരളി, 5 വർഷം കൊണ്ട് താങ്കൾ ഈ കേരളത്തിൽ വന്നിട്ട് ഒരു 50 വർഷത്തെ പരിചയ സമ്പന്നത നേടി മലയാളികളുടെ മനസ്സിലാക്കി കുക്ക് ചെയ്തു തുടങ്ങി. താങ്കൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനിയും താങ്കളുടെ നളപാചകം കേരളക്കരയാകെ പടർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Salt and pepper. Bum 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 bum. മിനുങ്ങും മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. മിനുങ്ങും മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. ഓ, ഈ ഇത്രയും മനോഹരമായ പാട്ട് പാടിയതുകൊണ്ട് ഇത്രയും നല്ല ഭക്ഷണം എന്റെ സമ്മാനമായിട്ട് ഞാൻ തരുന്നു. ഇതാ വാങ്ങിക്കോളൂ. ദിനേശ് ഫുഡ് സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ എന്ന് പറഞ്ഞേ. ബൈ 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 പറയൂ.